വന്നെന്നാ തോന്നുന്നേ. എന്തുപറ്റി? മുഖം തിരിക്കണ്ട. മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ സംസാരിക്കാനാ ഞങ്ങൾ വന്നത്. അച്ഛൻ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? കേക്കില്ലടി. ഈയിടെയായി നിന്റെ അച്ഛന് നമ്മൾ പറയുന്ന ഒന്നും തീരെ കേൾക്കാൻ സാധിക്കുന്നില്ല. ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടി വരുമെന്നാ തോന്നുന്നേ. അച്ഛാ, ഒരു മകൾ എന്ന നിലയിൽ എനിക്ക് അച്ഛനിൽ നിന്ന് ചില കാര്യങ്ങൾ അറിഞ്ഞേ പറ്റൂ. ദേവു, അച്ഛനെല്ലാം കൊണ്ടും തളർന്നും തകർന്നും ഇരിക്കുക. മെന്റലി ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് സംസാരിക്കാം പ്ലീസ്. ഇതൊക്കെ തന്നെ എന്ന് നിങ്ങൾ പറയാറ്. തൊടുന്യായങ്ങൾ ഒരുപാടുണ്ട് നിങ്ങൾക്ക്. എന്നെയും മോളെ സമർത്ഥമായി കബളിപ്പിക്കുക നിങ്ങൾ. ഇനി ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. ആ സാന്ദ്രയെ പഠിപ്പിച്ചതും IAS എടുപ്പിച്ചതെല്ലാം അച്ഛനായിരുന്നല്ലേ? കൂടെ കിടക്കുന്ന നിങ്ങളുടെ ഭാര്യയായ ഞാൻ പോലും അറിയാതെ നിങ്ങൾ എന്തിനിത് ചെയ്തു? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അച്ഛൻ ആൻസർ തന്നേ പറ്റൂ. നിന്നെ ഞാൻ മെഡിസിൻ പഠിപ്പിക്കുന്നില്ലേ? അതെന്തുകൊണ്ടാണെന്നുള്ള ഒരു ഉത്തരവുണ്ടല്ലോ. അത് തന്നെയാ നിങ്ങൾ രണ്ടുപേരും ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം. ദേവുവിനെ പഠിപ്പിക്കേണ്ടത് അച്ഛൻ എന്ന നിലയിലുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വവും കടമയുമാണ്. സാന്ദ്രയുടെ കാര്യത്തിലും അങ്ങനെയാണെന്ന് കരുതിക്കോ. അപ്പൊ തീർന്നില്ല. അതിന്റെ അർത്ഥം സാന്ദ്ര അച്ഛന്റെ സ്വന്തം മോളാണെന്നാണോ? ഒരുപാട് പേർ ഒരുപാട് കുട്ടികളെ ദത്തെടുത്ത് വളർത്തുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ കുട്ടികളെല്ലാം അവർക്ക് മക്കൾ തന്നെയാ. ഒന്ന് പറയാം, നിങ്ങൾ കരുതുന്ന പോലെ എനിക്ക് അവിഹിത ബന്ധത്തിലുണ്ടായ മകളൊന്നും അല്ല സാന്ദ്ര. സത്യം. പിന്നെ പിന്നെ ആരാ? പറ. ഈ നിശബ്ദതയുടെ അർത്ഥമാ എനിക്കറിയേണ്ടത്. മകളല്ല, പിന്നെ ആരാ? പറയാൻ. എന്തിനാ അയാൾ അമ്മയ്ക്ക് മോതിരം തന്നത്? ആ അങ്കിൾ അമ്മയുടെ ആരാ? അയാൾ എന്തിനു തന്നൊന്നും അമ്മയ്ക്ക് അറിയില്ല മോളെ. അയാൾ അമ്മയുടെ ആരുമല്ല. ആരും അമ്മയ്ക്ക് ഏറ്റവും വെറുപ്പുള്ള ആളാ. സഞ്ജയ്ക്ക് ഞാൻ കാരണം മനസമാധാനം പോയല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. നാളെ ഇതിനെ ആളുകൾ എങ്ങനെ വ്യാഖ്യാനിക്കും എന്ന പേടിയുള്ളൂ. ഇതേപ്പറ്റി സഞ്ജയ് വിചാരിക്കുന്നത് എന്താ? ഇത്രയും വിലപിടിപ്പുള്ളൊരു മോതിരം, അതുപോലെ സ്വത്തുവകകൾ, അത് തന്നത്, അതിനൊരുത്തരം എത്ര ചിന്തിച്ചിട്ടും എനിക്ക് പിടിയിട്ടുന്നില്ല. എന്റെ അവസ്ഥ അത് തന്നെയാ. അമ്മയുടെ മറുപടിയിൽ ഞാൻ തൃപ്തിയുമല്ല. എന്നെ ഏറ്റവും നന്നായി അറിയാവുന്ന അമ്മ അയാളിൽ നിന്നും അത് വാങ്ങരുതായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ അയാളുടെ കെട്ടിടങ്ങളെക്കുറിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ. ഇനി സാന്ദ്ര അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണോ? ഒരിക്കലുമല്ല. അനുവാദമില്ലാതെ നടത്തിയിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചാലും പൊളിച്ചു നീക്കിയാലും അയാൾക്ക് സംഭവിക്കാവുന്ന നഷ്ടത്തേക്കാൾ എത്രയോ 10 മടങ്ങാണ് അയാൾ വസ്തുവകകളായി വെച്ച് നീട്ടിയത്. അതിനർത്ഥം ഒരു തരത്തിലും എന്നെ സ്വാധീനിക്കാനല്ല,
പക്ഷേ മറ്റെന്തോ ഒരു കാര്യമായ കാരണമുണ്ട്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഞാൻ കണ്ടെത്തും. അമ്മയോ അയാളോ എന്നിൽ നിന്നും ഒളിച്ചു വെക്കാൻ തന്ത്രപ്പെടുന്ന ആ രഹസ്യം എനിക്ക് കണ്ടുപിടിച്ചേ തീരും. അത് എന്റെയും സഞ്ജയന്റെയും മാമാട്ടിയുടെയും നിലനിൽപ്പിന്റെ പ്രശ്നം. അമ്മേ, അങ്കിള് പാവല്ലേ? അങ്കിൾ ഒറ്റയ്ക്കല്ലേ മുറി കിടക്കുന്നേ? അപ്പൊ പേടിയാവില്ലേ? പിന്നെ അങ്കിളിന് പ്രേതങ്ങളെ ഭയങ്കര പേടിയാ മോളെ. ദേ ഇന്നലെ അങ്കിൾ ഒറ്റയ്ക്ക് കിടന്നപ്പോഴേ നമ്മുടെ കുട്ടൂസിനും ഡാഗിനിയും വന്നു. എന്നിട്ട് ആ ഡാഗിനി തള്ള അങ്കിളിനെ ഒരുപാട് ഉപദ്രവിച്ചു. എന്നിട്ടവര് അങ്കിളിനെ പൊക്കിയെടുത്ത് ആ ഗേറ്റിനടുത്ത് കൊണ്ടിട്ടു. രാവിലെ അമ്മ ചെന്ന് നോക്കുമ്പോഴേ അങ്കിള് ബോധമില്ലാതെ കിടക്കുക. അമ്മേ, ഇനി ആ കുട്ടൂസിനെ ഡാക്കിനെയും ഈ വീട്ടിൽ കേറ്റണ്ട. മന്ത്രങ്ങൾ ചൊല്ലിയാ മതി എന്നല്ലേ അമ്മ പറഞ്ഞത്? അത് മോളെ, മന്ത്രങ്ങൾ ചൊല്ലിയാലും അങ്കിളിന് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയെന്നാ പറയുന്നത്. എങ്കിൽ അങ്കിളും നമ്മുടെ ഈ മുറി ഒന്ന് കിടന്നോട്ടെ. അവിടെ അങ്കിള്, നടുക്ക് ഞാൻ, പിന്നെ അമ്മ. അങ്കിളമ്മയെ കൊല്ലുവെന്നാ എന്റെ പേടി. സാരമില്ല, ഞാൻ ഉറങ്ങാതെ കിടന്നോളാം. അതെ, എന്നും ഇറച്ചി മീനും ഒന്നും വേണ്ട. വല്ല സാമ്പാറും ചമ്മന്തിയും ഒക്കെ മതി. അങ്ങനെയൊക്കെ കഴിച്ചാ മതി ആ കൊച്ച്. ഇറച്ചിയും മീനും മുട്ടയൊക്കെ കഴിച്ച് ആ ഈർക്കില് നോക്കി നിൽക്കെ അങ്ങ് തടിച്ചു പോവും. പിന്നെ നമുക്ക് നേരെ ആവും കയ്യാങ്കളി. അതൊരു തീറ്റ പ്രാന്തിയാ. തിന്നോട്ട് മോളെ, കഴിക്കുന്ന ആഹാരത്തിൽ വേണോ അവരോടുള്ള ദേഷ്യം? കണ്ടോ കണ്ടോ, അച്ഛന്റെ മനസ്സ് മാറി തുടങ്ങി. സബ് കളക്ടറുടെ മനസ്സ് മാറ്റി കുടിയിരുന്നവളാ അവള്. ഇപ്പൊ ചേട്ടനും അതിന്റെ അടിയാളായി. ഇനി വൈകാതെ അച്ഛൻ, പിന്നെ അമ്മ. അതെല്ലാവരെയും മയക്കിയെടുക്കും. അതൊക്കെ നിന്റെ തോന്നലുകളാ മോളെ. സബ് കളക്ടർ വീട്ടില് സബ് കളക്ടർ കളിക്കുക. വന്ന ആ സമയം ആ പൊത്തിൽ കയറി അടയിരിക്കും ആ കൊച്ചിനെയും കൊണ്ട്. ഒന്ന് അടുക്കളയിൽ കയറാനോ കുറച്ച് വെള്ളമെങ്കിലും അനത്താനോ മെനക്കെടാറില്ല. വച്ച് മേശപ്പുറത്ത് നിരത്തിയ തിന്നോളും വാരി വലിച്ച് മൂന്നും കൂടി. മുത്തശ്ശ, മുത്തശ്ശി, ആന്റി, നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാം. എന്ത് മുത്തശ്ശനോ? ഏത് വഴിക്കാ മുത്തശ്ശൻ? മുത്തശ്ശി ഇന്നലെ കയറി വന്നവൾക്കേ മുത്തശ്ശനും മുത്തശ്ശിയും ചമഞ്ഞിരിക്കലല്ല ഞങ്ങളുടെ പണി. ഹാ അതെ, ഇതിനെ വിട്ട് മുത്തശ്ശ മുത്തശ്ശി എന്നൊക്കെ പറയിപ്പിച്ച് ഞങ്ങളെ സോപ്പിടാനൊന്നും നോക്കണ്ട. നയന, എന്താ നിന്റെ ഉദ്ദേശം? നീ വെറുതെ അതും ഇതൊന്നും പറയല്ലേ. എന്താ മാമാട്ടി ചെയ്ത തെറ്റ്? എല്ലാരെയും കൂടെ കഴിക്കാൻ വിളിച്ചതോ? ഇഷ്ടമില്ലെങ്കിൽ നിനക്കത് പറഞ്ഞാ പോരെ? സഞ്ജയ്, നീ കൂടുതലൊന്നും പറയണ്ട. അമ്മയും പെങ്ങളും പാടുപെട്ട് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സമയാസമയങ്ങളിൽ ഭാര്യയുമായി വന്ന് കഴിച്ചോ, അല്ലാതെ ഭാരിച്ച ചോദ്യങ്ങളൊന്നും വേണ്ട. ശരി, ഉണ്ടാക്കിയവരെ എന്നെ കഴിച്ചോ, ഞങ്ങൾക്ക് വേണ്ട. സാന്ദ്രേ, വേഗം റെഡിയാവ്. ആളുകൾ ഹോട്ടലിൽ തുറന്നു വെച്ചിരിക്കുന്നത് ആഹാരം കഴിക്കാനാ. വാ, പണം കൊടുത്ത് ഭക്ഷണം കഴിച്ചാ ഇതുപോലുള്ള കുത്തുവാക്കുകൾ കേൾക്കണ്ട. പുറത്തു പോയി കഴിക്കാം. വാ. വേണ്ട സഞ്ജയ്. വേണം. മാമാട്ടിക്ക് നല്ല വിശപ്പുണ്ട്, എനിക്കും. വെച്ച് വിളമ്പുന്ന ആഹാരത്തിന് പോലും കണക്ക് പറയുന്ന ആൾക്കാരാ ഇവര്. വാ. പുറത്തു കൊണ്ടുപോയി പുന്നാര ഭാര്യയ്ക്കും അവളുടെ കുട്ടിക്കും വയറ് നിറച്ച് അതും ഇത് വാങ്ങിക്കൊടുക്കാൻ ഇവിടുത്തെ ആഹാരത്തെ ഒരു കാരണമാക്കിയതാ. പോയി കഴിക്കട്ടെ, വയറ് നിറച്ച് കഴിക്കട്ടെ. വിനാശകാലേ വിപരീത ബുദ്ധി. കഴിക്കും കഴിക്കും കഴിക്കും. മാമാട്ടി, എങ്ങനെയുണ്ട് ഫുഡ്? ഇഷ്ടപ്പെട്ടോ? അടിപൊളി. ഇനിയൊന്നും നമുക്ക് പുറത്തുനിന്ന് കഴിച്ചാ മതി. എന്നാ ഒരു കാര്യം ചെയ്യാം, ഹോട്ടലിൽ സ്ഥിരമായി ഒരു റൂം അങ്ങ് എടുത്തേക്കാം. അപ്പൊ മാമാട്ടിക്ക് സൗകര്യമായല്ലോ. ഇക്കണക്കിന് പോയാ അധികം വൈകാതെ നമുക്കൊരു സങ്കേതം കണ്ടെത്തേണ്ടി വരും. എടോ ഭാര്യ, തനിക്ക് വല്ലതും വായിക്കൊള്ളാവുന്ന ഉണ്ടാക്കാൻ അറിയോ? ഉണ്ടാക്കി മുന്നിൽ വെച്ച് തന്നാ തിന്നു തീർക്കാൻ അറിയാം. അതെ, പണിയെടുപ്പിക്കാൻ ശ്രമിക്കരുത്. ഞാനൊരു രഹസ്യം പറയാം. അത് പിന്നെ അത്യാവശ്യം പാചകമൊക്കെ എനിക്കും വഴങ്ങും. അധികം ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. ചിക്കൻ ബിരിയാണി, പുലാവ്, തന്തൂരി, പനീർ,
ചില്ലി. ആ, ആരത് കൃഷ്ണകുമാറോ? ആ, അതാരാ? വൈഫാ ബ്യൂട്ടി പാർലർ നടത്തിയ ജയന്തി. ഞാനിങ്ങ് അടിച്ചു മാറ്റി കളിയാ. അല്ല, ഞാൻ നമ്മുടെ ബിനോയ് പറഞ്ഞ അറിഞ്ഞേ നിന്റെ വിവാഹം കഴിഞ്ഞെന്ന്. ആ അതെ, ഇത് സാന്ദ്ര, സബ് കളക്ടർ. ഓ നമസ്കാരം. അളിയ, ഈ കുട്ടിയാരുടെ? മാമാട്ടി മകളാ. ആഹാ. അല്ല അളിയ, കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, അതിനിടയില് പിന്നെങ്ങനെടാ ഇത്? മനസ്സിലായി മനസ്സിലായി. കല്യാണത്തിന് മുമ്പേ ഉള്ളതാ. നിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ? ഹലോ മിസ്റ്റർ, കൃഷ്ണകുമാർ എന്നല്ലേ പേര്? ആ, അതെ. എന്താ ജോലി? ഓ, എനിക്കേ അല്ലറ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെയാ. ചെറുതായിട്ട്, വലുതായിട്ടൊന്നുമില്ല. പിന്നെ ദുബായ്, USA, ഫ്രാൻസ്, കാനഡ, അങ്ങനെ പോവും. നമ്മൾ യഥാർത്ഥത്തിൽ ഈ കാനഡയിൽ സെറ്റില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് വരും. ഇവനറിയാം, കള്ളൻ. താങ്കൾക്ക് പത്രം വായിക്കുക, TV കാണുക എന്നുള്ള സ്വഭാവങ്ങളൊന്നും ഇല്ലല്ലേ? ഞാനതിന് ഇന്ത്യയിൽ ഉണ്ടായിട്ട് വേട്ടെ. നമ്മളിങ്ങനെ USA മറ്റ് കറങ്ങി നടക്കുമ്പോ TV വല്ല ന്യൂസും കേട്ടു. സംസ്കാരം മനുഷ്യന് കിട്ടുന്നത് വായനയിലൂടെയും ചുറ്റുപാടുകളിൽ നടക്കുന്നത് അറിയുകയും നിരീക്ഷിക്കുകയും ചെയ്യുമ്പോഴാ. ആ, മേഡം നമ്മളെ സംസ്കാരം ഒന്നും പഠിപ്പിക്കണ്ട. കല്യാണത്തിന് മുമ്പേ ഇങ്ങോട്ട്, കല്യാണത്തിന് മുമ്പ് ഒരു കുട്ടിയാവാങ്കി അല്ലയാ സംസ്കാരം എന്താണെന്നൊക്കെ എനിക്കും അറിയാം. കൃഷ്ണകുമാർ, മൈൻഡ് യുവർ വേർഡ്സ്, ഓക്കേ? ഓ, വലിയ ആൾക്കാരെയൊക്കെ കിട്ടുമ്പോ നമ്മള് നമിച്ചളിയാ പോരെ, നമ്മള് പോണം. പോട്ടെ, നീ അങ്ങ് വാ കാനഡയില്, കേട്ടാ? നടക്കട്ടെ നമ്മള് ഒരു കൊച്ച്. ആയിക്കോട്ടെ. താൻ കഴിക്കേ, മോളും കഴിക്കേ. പിന്നെ എന്തിനാ മാഡം അവരോട് പറഞ്ഞത് ആ കുട്ടി മാഡത്തിന്റെ കുട്ടി അല്ലാന്ന്? ഇത്ര പെട്ടെന്ന് അത് മാറ്റി പറയുമ്പോ അവർക്കാകെ കൺഫ്യൂഷൻ ആവും. എന്ത് കൺഫ്യൂഷൻ? ഒരു മെന്റൽ പേഷ്യന്റ് ഇപ്പൊ പറയുന്നതായിരിക്കില്ല പിന്നെ പറയുക. അതവർക്ക് മനസ്സിലാവും. അതിന് മാഡം മെന്റൽ പേഷ്യന്റ് അല്ലല്ലോ. അത് തനിക്ക്. എന്റെ പപ്പയ്ക്കും മമ്മിക്കും ഇവിടുത്തെ സൂപ്രണ്ടിനും ഡോക്ടർക്കും ഒക്കെ ഞാനൊരു പേഷ്യന്റ് തന്നെയാണ്. എന്റെ മകളെ എനിക്ക് വേണമെന്ന് വാശി പിടിച്ചപ്പോ അവർക്കെന്റെ നാവ് ഒതുക്കണമായിരുന്നു. അതിനുവേണ്ടി കെട്ടിപ്പൊക്കിയതാ ഈ സാന്ത്വനം അടക്കം നുണകളുടെ ഒരു കൂമ്പാരം. എന്ത് തന്നെ ആയാലും ഇനിയും ഞാൻ വിളിക്കും. ഹലോ 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 മാഡം, ഞാൻ അനസൂയ, സാന്ത്വനത്തിന്നാ. എന്താ കാര്യം? എനിക്ക് മാഡത്തിന്റെ മകളെ ഒരു പ്രാവശ്യം കൂടി കാണാൻ തോന്നുന്നു. എന്തോ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ. ഹലോ ഹലോ മാഡം, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അതിന് കഴിയില്ല. ഒന്നാമത് ഞാൻ ചില പ്രശ്നങ്ങളുടെ നടുക്ക. പിന്നെ നിങ്ങൾക്ക് മകളെ കാണേണ്ട ആവശ്യം എന്താ? അത് വേണ്ട. മോൾക്ക് തന്നെ പേടിയാ. മാത്രമല്ല, എന്റെ മോളെ കാണണമെന്ന് നിങ്ങളുടെ ഈ തോന്നൽ അത്ര ശരിയല്ല. മേലിൽ ഇക്കാര്യം പറഞ്ഞ് എന്നെ വിളിക്കണ്ട. ഹലോ ഹലോ മാഡം, ആരുമല്ല. അതൊന്നും എന്റെ മോൾ അറിയണ്ട കേട്ടോ. മാഡം എന്തിനാ ഇപ്പൊ ആ കുട്ടിയെ കാണുന്നത് പറഞ്ഞു വിളിച്ചത്?
അവൾ എന്റെ മോള, എന്റെ കുഞ്ഞാറ്റ. സത്യാണോ? സത്യം. പ്രസവിച്ച എനിക്ക് എന്റെ മോളെ കാണാനും അവളുടെ സ്വരം കേൾക്കാനും വിലക്ക്. ഒരു ബന്ധവുമില്ലാത്ത അവര് എന്റെ മോളുടെ അമ്മയായിട്ട് നടക്കുന്നു. നടക്കട്ടെ, എത്ര കാലം നടക്കുമെന്നറിയാലോ. ഡോക്ടർ എന്താ രാവിലെ പറമ്പ് നോട്ടവും കാറ് കഴുകലും ഒക്കെ? ആ അതെ, ഇതൊക്കെയാ ഞങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യ രഹസ്യം. പക്ഷേ അകത്തിരിക്കുന്ന ആ കുടവേറച്ചൻ പുറത്തിറങ്ങി ഒരു സാധനം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കത്തില്ല. പക്ഷേ അച്ഛന്റെ അച്ഛൻ അപ്പൂപ്പനാ ഇതൊക്കെ ഉണ്ടാക്കിയത്. 106 വടിയായത്. എനിക്കൊരു 100 എത്തിക്കണ്ടേ? ആ ഡോക്ടറാ, എഞ്ചിനീയറാ, കളക്ടറാന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെ, ഒരു സന്തോഷ വർത്താനം പറയാനുണ്ട്. ഞാൻ ഇന്നൊരു ഉറച്ച തീരുമാനം എടുത്തു. മാമാട്ടിയെ ഇനി കുറച്ച് ദിവസത്തേക്ക് അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി ആക്കാം. ഇത് സന്തോഷമുള്ള വാർത്ത തന്നെ. പക്ഷെ മാമാട്ടി സമ്മതിക്കോ? ഇത്തിരി പേടിപ്പിക്കലൊക്കെ തുടങ്ങാൻ പോവാ ഞാൻ. അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിയും. സഞ്ജയ് നോക്കിക്കോ, മാമാട്ടിയെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിച്ച് അമ്മയെ ഏൽപ്പിക്കും. ഉറപ്പ്. എന്നാലേ ഇനി ഒരു നിമിഷം വൈകിക്കണ്ട. അതിനുള്ള ഓപ്പറേഷൻ വേഗം തുടങ്ങിക്കോ. ചെല്. വാ. ആഹാ, അമ്മമ്മേ, മാമാട്ടിയേ, എന്താടാ സുഖാണോ? സുഖാണ് അമ്മമ്മേ. അമ്മമ്മയ്ക്കോ? ഓ സുഖാണല്ലോ. ഇന്നെന്താ നേരത്തെ ഇതുവഴി ഓഫീസില്ലായിരുന്നോ? ഉണ്ട്. ഉണ്ടമ്മമ്മേ. അമ്മയ്ക്ക് അമ്മമ്മയെ കാണണമെന്നൊരാഗ്രഹം. അമ്മമ്മയെ കണ്ടിട്ട് നിങ്ങൾ വേഗം പോവും. അവിടെ 100 കൂട്ടം പണിയുണ്ട്. ആണോ? നിനക്ക് സുഖമല്ലേ മോളെ? അതൊന്നും പറഞ്ഞ് അമ്മയെ വിഷമിപ്പിക്കാൻ എനിക്കിപ്പോ ആഗ്രഹമില്ല. ചിലർക്ക് സ്ഥായിയായ ചില സ്വഭാവങ്ങൾ ഉണ്ടാവും. അത് മാറ്റാൻ ഈശ്വരൻ വിചാരിച്ചാലും കഴിയില്ല. അത് മാനേജ് ചെയ്യാൻ മാത്രമേ നിവർത്തിയുള്ളൂ. ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെട്ട് വരിക അമ്മേ. അമ്മ പേടിക്കൊന്നും വേണ്ട. ഇനി അവരുമായി വഴക്കുണ്ടാക്കി ഞാൻ പെട്ടിയും കിടക്കെടുത്ത് എന്തായാലും ഇങ്ങോട്ട് വരില്ല. പോരുകയാണെങ്കിൽ തന്നെ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കില്ല. ഞാനിപ്പോ വന്നത് എനിക്ക് അത്യാവശ്യമായി ഒരാഴ്ച തിരുവനന്തപുരത്തൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. മാമാട്ടിയെ ഞാൻ വരുന്നത് വരെ അമ്മയൊന്ന് നോക്കണം. ഇല്ല, ഞാനും വരും കൂടെ. അമ്മ ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്നോട്. മാമാട്ടി വെറുതെ വാശി പിടിക്കണ്ട. അമ്മ നിന്നെ ഏൽപ്പിച്ചു പോകുന്നത് അമ്മയ്ക്ക് ഏറ്റവും വിശ്വാസമുള്ളിടത്താ. മോള് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. തീരെ ഉള്ള കുട്ടിയൊന്നും അല്ല മാമാട്ടി. അമ്മമ്മ ഇല്ലടാ ഇവിടെ. അമ്മ വേഗം വരൂ കേട്ടോ. അമ്മ, എനിക്ക് പേടിയാ അമ്മ. ഒന്നും പേടിക്കണ്ട മോളെ, അമ്മമ്മ നോക്കിക്കോളും. അമ്മയ്ക്കിനി ഇടയ്ക്കിടയ്ക്ക് ജോലിയുടെ ഭാഗമായി പലയിടങ്ങളിലും പോകേണ്ടി വരും. എല്ലായിടത്തും മോളെ കൂട്ടിക്കൊണ്ടു പോകാൻ കഴിഞ്ഞെന്ന് വരില്ല. ആ സത്യം മാമാട്ടി അറിയണം. അതിനോട് പൊരുത്തപ്പെടുകയും വേണം. അമ്മ പറയുന്നത് മോളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം. ചിണുങ്ങണ്ട, അമ്മമ്മ നോക്കിക്കോളും. ഞാൻ നോക്കുന്ന പോലെ തന്നെ. ഫ്രീ ടൈമിൽ ഞാൻ വിളിക്കുകയും ചെയ്യാം. അമ്മേ, സമയമായി. ഞാൻ പിന്നെ അമ്മ അവളെ അകത്ത് കൊണ്ടുപോ. അമ്മ, മോള് വാ.
ചേടാ അതേ അമ്മ മറന്നുപോയിട്ടാ. എനിക്ക് അമ്മ കാണണം. നമുക്കേ അമ്മമ്മ ഉണ്ടല്ലോ, നമുക്ക് കളിക്കാം. അമ്മ പോവണ്ട. അമ്മയെ വിട്ടിട്ട് എനിക്ക് ജീവിക്കണ്ട. എനിക്ക് അമ്മ വേണം. എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് അമ്മ പോവല്ലേ.